പ്രൈസ് ഗോഡ്. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ. We bring greetings to all of you in the name of our Lord Jesus Christ. കർത്താവിനെ ആരാധിപ്പാൻ നമുക്ക് ഒരുമിച്ച് പിന്നെയും കർത്താവ് അവസരം നൽകിയല്ലോ. Thank God for the opportunity God has given us to worship Him again. ശക്തമായ ആരാധനാ സമയങ്ങൾക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. I also thank God for the opportunities to worship Him powerfully. അല്പനിമിഷം നമ്മൾ ദൈവവചനത്തിന്റെ മുമ്പിലായിരിക്കുമ്പോൾ വളരെ വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. As we are in the presence of God, let us be minded of the presence. സാധിക്കുന്നിടത്തോളം മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് പോവുകയോ നടക്കുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ as much as possible avoid all the distractions or disturbances and let us be in the presence of the Lord. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഇന്ന് വചനത്തിൽ നിന്ന് സംസാരിക്കാൻ പോകുന്നത്. Today's text is Philippians chapter 3 verses 2 through 11. എല്ലാ വാക്യങ്ങളും ഇപ്പോൾ വായിക്കുന്നില്ല. We're not going to read all the passages today. ഇതിന്റെ ഒരു ടോപ്പിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ടൈറ്റിലായിട്ട് യുവർ ട്രഷർ ഡിറ്റർമിൻസ് യുവർ ഡെസ്റ്റിനി. നിങ്ങളുടെ ധനം, നിങ്ങളുടെ സമ്പത്ത്, അത് നിങ്ങളുടെ ഡെസ്റ്റിനിയെ, നിങ്ങളുടെ ലക്ഷ്യത്തെ നിർണ്ണയിക്കുന്നതാണ്. The title of today's message is Your Treasure Determines Your Destiny. നമ്മളെല്ലാവരും ബാക്ക് പാക്കുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. Many of us travel when we carry backpacks. അപ്പം ഒരു ലോങ് ജേണിക്ക് പോവുകയാണ്. Assume you are going on a long journey. അപ്പോൾ എല്ലാവരുടെയും ഓരോ ബാക്ക് പാക്ക് ഉണ്ട്. Everybody has a backpack. അപ്പം ഈ ബാക്ക് പാക്കിനകത്ത് എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത്? So what are the things we carry in a backpack? സാധാരണ യാത്രയിൽ നമ്മുടെ ജീവിതമാകുന്ന യാത്രയൊന്ന് സങ്കല്പിച്ചു. Think about your life journey itself. അതിൽ എൻ്റെ അച്ചീവ്മെന്റ്സ് എല്ലാം, എൻ്റെ നേട്ടങ്ങളെല്ലാം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. And all our achievements are in this backpack. ഞാൻ നേടിയിട്ടുള്ള ഡിഗ്രികളും എൻ്റെ നേട്ടങ്ങളും ഞാൻ സാധിച്ച കാര്യങ്ങളും എല്ലാം, all your accomplishments, all the degrees you earned. എൻ്റെ ഐഡന്റിറ്റി ഉണ്ട്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പരിചയം ഉണ്ട്, and your personal experience and your identity. ഞാൻ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്, ഏത് പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത്, എൻ്റെ ഫാമിലി പറയാൻ കൊള്ളുന്ന പേരും ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു പ്രൈഡ്, അതിൻ്റെ ഒരു അഹങ്കാരമുണ്ട്. There is a pride of your family background and the heritage you come from. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ചെയ്ത നല്ല പ്രവൃത്തികളുടെ എല്ലാം ഒരു ലോങ് ലിസ്റ്റ് ഉണ്ടാക്കി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. There is a long list of all the good things you accomplished or done in the past. ഞാൻ ജീവിതയാത്രയിൽ ഒരുപാട് പേരെ സഹായിച്ചു എന്ന് പറയുന്ന നേട്ടങ്ങളുടെ ഒരു നീണ്ട പട്ടികയുണ്ട്. There is also a lengthy list of things that you helped others. ഇതെല്ലാം ഉണ്ട്. അപ്പം ഞാൻ അങ്ങ് ഓർത്തു പോവുക, ഇതെല്ലാമാണ് എന്നെ ഞാനാക്കുന്നത്. So I'm thinking that all these things or accomplishments are make me who I am. എൻ്റെ ഈ ബാക്ക് പാക്കിൽ ഞാൻ ഇങ്ങനെ നിക്ഷേപിച്ചിട്ടുള്ള, കുത്തി നിറച്ചിട്ടുള്ള ഈ കാര്യം, ക്രെഡൻഷ്യൽസ് ഉണ്ടല്ലോ, അതെല്ലാം കൊണ്ടാണ് ഞാൻ എന്താണോ അതായിരിക്കുന്നത്, അതുകൊണ്ടാണ്. And so we have a thinking that who we are is because of all the accomplishments and the things that we have achieved and attained. അപ്പോൾ നമുക്ക് തോന്നുന്നു എത്രയധികം ഈ ബാക്ക് പാക്കിനകത്തോട്ട് പിന്നെയും ആഡ് ചെയ്യാൻ പറ്റുമോ, കുത്തി നിറയ്ക്കാൻ പറ്റുമോ, അത് ചെയ്തുകൊണ്ടിരിക്കണം. So our desire is all the more to stuff this backpack with more things that we have accomplished. അപ്പോൾ ഈ ബാക്ക് പാക്കിനകത്തോട്ട് പുതിയ സാധനങ്ങൾ തിരികെ കയറ്റും തോറും ഇതിന് ഭാരം കൂടിക്കൊണ്ടിരിക്കുക, ഭാരം ചുമന്ന ഇങ്ങനെ ആളുകൾ യാത്ര ചെയ്യുക. So as you are adding more things, this backpack is heavy and it's a burden for you as you carrying it. അപ്പോഴിടയ്ക്ക് ഒരാളെ കാണുന്നത്, as you are on this journey you see someone. അദ്ദേഹം പറയുന്നു, ഹേ, ഇതൊന്നും ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നും. So that person reminds you, hey, you don't need to carry all this. അപ്പം നമ്മൾ മറുപടി പറയും, ഇല്ലില്ല, ഞാൻ ഇതിനു വേണ്ടിയാ ഇത്രയും നാൾ അധ്വാനിച്ചത്. Then your response will be, all the time that I've spent is to accomplish these things. ഇന്ന് എന്നെ നിർവചിക്കുന്നത്, എന്നെ ഡിഫൈൻ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെയാണ്. The things that define me today is all the things it's in my backpack. അപ്പം അവർ വളരെ ജെന്റിലായിട്ട് സാവകാശത്തിൽ മറുപടി പറയുക, ഇതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത്, പക്ഷെ ഇതല്ല നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്, നിങ്ങളെ നിർവചിക്കുന്നത്. So they are gently reminding you, hey, these are not the things that define you. There is more to life than that. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇവിടെ ഈ ഭാഗത്ത് പറയുന്നത്. Apostle Paul is talking about such a thing in this passage. ഒരു മോസ്റ്റ് ഇംപ്രസീവ് ബാക്ക് പാക്ക് ആയിരുന്നു അപ്പോസ്തലനായ പൗലോസ് ചുമന്നുകൊണ്ട് നടന്നു. If anybody has a most impressive backpack, Apostle Paul was the one to claim. ആ ബാക്ക് പാക്കിലെ സ്റ്റേറ്റസ് ഉണ്ടായിരുന്നു, ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു, ഹെറിറ്റേജ് ഉണ്ടായിരുന്നു,
നേടിയ നേട്ടങ്ങളുടെ എല്ലാം നീണ്ട പട്ടിക So ഉണ്ടായിരുന്നു. he had a great list of things like heritage and accomplishments, education, and many, many other things. പക്ഷെ അതിനൊരു കോൺട്രാസ്റ്റ് പറയുന്നുണ്ട് ഇടയ്ക്ക്. But he gives a contrast to that. But when I encountered Christ, ഞാൻ ക്രിസ്തുവിനെ നേരിട്ടപ്പോൾ, ക്രിസ്തുവിനെ ഞാൻ കണ്ടെത്തിയപ്പോൾ, when I encountered Christ, ഞാൻ ഈ നിറച്ചു പിന്നെയും വലുതാക്കി കൊണ്ട് നടന്ന ബാക്ക് പാക്ക്, ഇതാണ് ഞാൻ എന്ന വ്യക്തിക്ക് നിർവചനം നൽകുന്നതെന്നൊക്കെ ഓർത്തത് ഇപ്പോൾ എനിക്ക് ഒന്നുമല്ലാതാകുക. And so he's saying that all the things that I have accomplished that I consider very precious, that I considered it a loss when I encountered Jesus Christ. പൗലോസിന്റെ പഴയ കാലങ്ങൾക്ക് ഒരു വിലയുമില്ലാത്തതായിരുന്നു എന്നല്ല പറയുന്നതിന്റെ That അർത്ഥം. is not to say his past was meaningless or worthless. എന്നാൽ ഇപ്പോൾ താൻ കണ്ടെത്തിയ ഒരു നിക്ഷേപമുണ്ട്. But there is a treasure that he has found now. അതിനോടുള്ള കമ്പാരിസണിൽ അതിനുമായിട്ട് തുലനപ്പെടുത്തുമ്പോൾ, In comparison to the treasure that he have found, ഈ ബാക്ക് പാക്ക് അതിന്റെ വെയിറ്റ് ഒന്നുമില്ല. the weight of the measure of this backpack is nothing compared to that. ആ ടെൻഷനെ കുറിച്ചാണ് നമ്മൾ ഈ ലേഖനത്തിലെ 3-ാം അധ്യായത്തിന്റെ 2 മുതൽ 11 വരെ വായിക്കുന്നത്. So the tension between these two things are we reading in this text of 3 verses 2 through 11. It's about അത് ആരെ കുറിച്ചാണ് പറയുന്നതെന്നറിയോ? anyone who is trusting what you are carrying. ഇന്ന് നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന, നിങ്ങൾ പറയുന്ന എന്താണെങ്കിലും അതിനെക്കുറിച്ചാണ് പറയുന്നത്. So he's talking about whatever accomplishments or accolades you have carrying in your backpack, it is referring to that. പൗലോസ് പറയുന്ന പോലെ വഴിയിൽ വെച്ച് ഈ വ്യക്തിയെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഈ ബാക്ക് പാക്കിനകത്തുള്ളതിനകത്ത് വലിയ മഹത്വമൊന്നും ഇല്ലായിരുന്നെന്ന് തിരിച്ചറിയും. So Paul is saying that if you encountered this person, this Christ in your journey, then you will recognize what's contained in this backpack is meaningless. തിരിച്ചറിയും എൻ്റെ വിജയങ്ങളല്ല എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. And then you will recognize your victories are not the ones helping you move എൻ്റെ forward. നന്മയല്ല എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ലക്ഷ്യത്തിലെത്തിക്കുന്നത്. My goodness is now what helping me to reach my goal. എൻ്റെ ഭൂതകാലം എന്നെ ഇല്ലാതാക്കുകയുമില്ല, എൻ്റെ ഭൂതകാലം എന്നെ കൊണ്ടുപോകുകയുമില്ല. My past will not deplete me, or the past will not help me move forward. Only Christ does the carrying. ക്രിസ്തു മുഖാന്തരം മാത്രമാണ് നമുക്ക് മുമ്പോട്ടുള്ള യാത്രയുള്ളത്. അപ്പോൾ എന്തുവാ ഞാൻ ഇതിൽ നിന്ന് പറയാനായിട്ട് ഞാൻ പകല് ശ്രമിക്കുന്നത്? So what am I trying to communicate to you this morning? നമ്മൾ ഈ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്ന ഭയങ്കര വിജയത്തിന് വേണ്ടി, സക്സസിന് വേണ്ടിയുള്ള വലിയ പെർസ്യൂട്ടുള്ള ഒരു ലോകമാണ്. The world that we live in is have a constant pursuit for success in every one of our lives. ലോകം പറയും നിന്റെ റെസ്യൂമേ അങ്ങോട്ട് നന്നായിട്ട് സ്ട്രോങ് ആക്കണം കേട്ടോ. The world tells you make your resume strong and good. നിന്റെ ഇമേജ് ഉണ്ടല്ലോ, നിന്നെ കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ, അത് നല്ല സ്ട്രോങ് ആയിട്ട് നിർത്തിക്കണം, പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിക്കണം. The world tells you the public persona or the impression of others about you need to make sure it is on the way. എത്ര നേട്ടങ്ങളൊക്കെ സാധ്യമാവോ അതെല്ലാം നടത്തിക്കണം. So on your journey, whatever accomplishments you can take on all those. ബാല്യം മുതൽ കേൾക്കുന്ന ഇതെല്ലാമാ. These are the things we hear from a young age. Be successful, ജയാളിയായിട്ടിരിക്കണം, And be successful. ആളുകളെ ഇംപ്രസ് ചെയ്യണം. And you need to impress others. Be somebody in the society. സമൂഹത്തിൽ ആരോ ആയിത്തീരണം. You need to be well recognized in the society or be accomplished. ഇതൊക്കെയല്ലേ നമ്മളും കേട്ടിട്ടുള്ളത്. This is what we have heard from a young age. ഞങ്ങളെ നോക്കുന്നുണ്ടല്ലോ അല്ലേ? You're paying attention to us. ഇതൊക്കെയല്ലേ നമ്മളും കേട്ടിട്ടുള്ളത്. These are the same things we have heard from a young age. പക്ഷെ പൗലോസ് പറയും ഇതിനേക്കാളെല്ലാം ഇൻഫിനിറ്റ്ലി ബെറ്റർ ആയിട്ടുള്ളതൊന്നുണ്ട്. Apostle Paul saying there's something infinitely better than all these things. പക്ഷേ നമ്മളെല്ലാം ഷോക്ക് ചെയ്യുന്ന, ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലാണ്. And this is something probably a shocking revelation that we are encountering. ലോകം ഏറ്റവും വിലയേറിയതെന്ന്, വിലപ്പെട്ടതെന്ന് പ്രകീർത്തിക്കുന്നതിനെ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് പൗലോസ് പറയും ഇതെല്ലാം counting it all loss. And all the things, accomplishments the world consider valuable, Paul is adding all that up, says I consider this a loss and a rubbish. ഇതെങ്ങനെയാ പൗലോസിന് പറയാൻ പറ്റുന്നത്? And how can he say this? Because
he discovered something far, far better. അതിനേക്കാളുള്ള മൂല്യമായിട്ടുള്ള ഒരു കാര്യം പൗലോസ് കണ്ടെത്തി. അതുകൊണ്ടാണ് അങ്ങനെ പറയുവാനായിട്ട് സാധിക്കുന്നത്. പവർഫുൾ ആയിട്ടുള്ള വളരെ വളരെ ശക്തമായിട്ടുള്ള ലെസണായി നമ്മൾ ഈ ഭാഗത്ത്. And that is the powerful lesson we see this from this context. ഇവിടെ നോക്കിയാൽ ചില വാക്യങ്ങൾ നമുക്ക് അല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. This passage can be confusing. 2-3 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. In verse 2 and 3 we read, നായ്ക്കളെ സൂക്ഷിക്കുവീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുവീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. watch out for those dogs, those evildoers, those mutilators of the flesh, for it is we who are the circumcision, we who serve God by His Spirit, who boast in Christ Jesus and who put no confidence in the flesh. വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് അവിടെ ഉപയോഗിക്കുന്നത്, വളരെ കട്ടി കൂടിയ ഒരു ലാംഗ്വേജ്. He used a very heavy language there. ആർക്കാ ഇങ്ങനെ ഒരു ടേം ഇഷ്ടപ്പെടുന്നത് അല്ലേ? Who likes the terms like these to be used? നായ്ക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ആർക്കാ ഇഷ്ടം? Who likes to be called dogs? അതിപ്പം വീട്ടിലെ മടിയിലിട്ട് വളർത്തുന്നതാണേലും കിടക്കെ കൂട്ടത്തിൽ കിടത്തുന്നതാണേലും നായ എന്ന് വിളിക്കപ്പെടുവാൻ ആർക്കും ഇഷ്ടമില്ല. Even though it is a dog that you love, that it is in your bed, in your lap, but nobody likes to be called a dog. പക്ഷേ ഇവിടെ പറയുന്ന നായ്ക്കൾ വാസ്തവത്തിൽ അങ്ങനെയുള്ള നായ്ക്കൾ പോലും അല്ല, തെരുവിൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കൾ. And those are not the type of dogs we are talking about. These are the dogs that are walking around in the street. അപ്പം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഛർദിച്ചതിലേക്ക് തിരിച്ചു പോകുന്ന നായ്ക്കളാണ്. Something unique about these dogs are they going after their own vomit. അപ്പം പൗലോസ് തന്നെ നേരിടാൻ ശ്രമിക്കുന്നത് പറയുന്ന ഒരു ഗ്രൂപ്പിനോട്, ഇങ്ങനെ പറയുന്ന ഗ്രൂപ്പിനോട് ക്രിസ്തു മതിയാകയില്ല, ക്രിസ്തു മാത്രം പോരാ. And so Paul is referring to a group of people who say that Christ alone is not enough. അതുകൊണ്ട് നമ്മൾ മറ്റു കാര്യം റിലീജിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ ചെയ്യണം. And they are talking about some religious customs that you have to associate with Christ. അതിനോട് കൂടെ നമ്മുടെ ഹ്യൂമൻ എഫേർട്സ് വേണം. And they are talking about they need human efforts associated. ചില കർമ്മങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം വേണം. And you need these rituals and all the things that goes along with that. എന്ന് പറഞ്ഞ് ഒരിക്കൽ അവർ വിട്ടിട്ട് പോകുന്നത് എന്താണോ ആ പ്രവൃത്തിയുടെ ആ കർമ്മമാർഗത്തിലേക്ക് മടങ്ങി പോകുന്ന ഒരു ഗ്രൂപ്പ്. And this is a group that is enticing people to go back to the things that they left, like a vomit, that they're wanting them to go back to those things. അപ്പോൾ അതിനായിട്ട് ആരെങ്കിലും നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരെയാ വിളിക്കുന്നത്. So he is calling them dogs who encourage or equip people to go back to the things that we have left. വിട്ടുപോകുന്നതിലേക്ക് മടങ്ങിപ്പോകുന്നവർ. To go back to the things that you abandoned. നമുക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിയാതിരുന്ന കാര്യങ്ങളെ വിട്ടിട്ട് നന്മയുടെ ആത്യന്തികതയിലേക്ക് കർത്താവിലേക്ക് നോക്കിയവർ. And these are people who looked at Christ and His righteousness and who left all these things. Those people are enticed to go back. അവരതിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ as they are going back to the old things, അവരെ വിളിക്കുന്ന പേരായത്. and that group is called this name dog. രണ്ടാമത്തെ ഗ്രൂപ്പിൽ പറയുന്നത് ആകാത്ത വേലക്കാരെ സൂക്ഷിച്ചോണം. And the second thing is saying those who serve God put evil workers. മൂന്നാമത് പറയുന്നത് മ്യൂട്ടിലേറ്റിംഗ് പാർട്ടി എന്ന് പറഞ്ഞാൽ വിച്ഛേദനക്കാരെ സൂക്ഷിക്കുക. And the third group is mutilators of the flesh. എന്ന് പറഞ്ഞാൽ ഇത് മൂന്ന് ഒറ്റ കാര്യം ചെയ്യുന്നവരാ. And all three groups are same. എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി ആകണമെങ്കിൽ ആദ്യം പരിച്ഛേദന ഏറ്റൊരു യഹൂദനാകണം, അതിനുശേഷമേ ക്രൈസ്തവനാകാൻ പറ്റൂ. So they are teaching if you want to be a Christian, you got to go through circumcision first, then only you can be a Christian. ഒരു വിശ്വാസിയാകണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ചില പ്രവൃത്തികൾ, നല്ല പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കും. So they are enticing people to tell them that if you want to be a Christian, there are some good works you have to accomplish first. അതിനെതിരായിട്ടാ പൗലോസ് പറയുന്നത്. So Paul is speaking against that. നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാകുവാൻ ഇടയാകരുത്. And let that not happen among us. നായ്ക്കളെ സൂക്ഷിപ്പിന്ന് പറഞ്ഞാൽ ഛർദിച്ചതിലേക്ക് മടങ്ങിപ്പോകുന്നവരെ സൂക്ഷിച്ചോളെ. So when I'm talking about beware of dogs, meaning the people who entice you to go back to the things that you left. ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിന്ന് പറഞ്ഞാൽ കർമ്മമാർഗത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നവർ. And those evil doers are the ones enticing people to go back to rituals. വിച്ഛേദനക്കാരെ സൂക്ഷിക്കുവിൻ എന്ന് പറഞ്ഞാൽ
പരിച്ഛേദന പോലുള്ള കാര്യങ്ങളിൽ അവർ താല്പര്യം കാണിച്ച് യഹൂദന്മാരെ പോലെയുള്ളവരാകാതിരിക്കുവാൻ. So the mutilators he is referring to are people who are of Jewish custom. They considered just as important as knowing Christ. അപ്പം പൗലോസ് പറയാ ട്രൂ റെസ്യൂമേ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? So Paul is saying, do you know what true resume means? ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. Let's assume there is a competition. രണ്ട് റെസ്യൂമേ ആയിട്ട് വരിക. There's two resumes. ഞാനൊരു റെസ്യൂമേ ആയിട്ട് നിൽക്കുന്നു. I am standing here with one resume. സാം ഒരു മറ്റൊരു റെസ്യൂമേ ആയിട്ട്. Pastor is standing with another resume. അപ്പം ഞാൻ പറയുക ഞാൻ ബാപ്റ്റൈസ്ഡാ. I claim that I am baptized. ഞാൻ എല്ലാ സൺഡേയിലും ചർച്ചിൽ പോകുന്നുണ്ട്. I go to church every Sunday. ഞാൻ കൃത്യമായിട്ട് ടൈത്ത് കൊടുക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നു. I tithe regularly. ഞാൻ മിനിസ്ട്രി ടീമിലുണ്ട്. I am on the ministry team. നല്ല ഫാമിലി ട്രഡീഷൻസാ എനിക്ക്. I come from great family traditions. അതെല്ലാം നല്ലതാ. All these things are എന്ന് good. ഞാൻ പറഞ്ഞു ഇതിനെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. But I am claiming all these things and talking about me. അപ്പൊ സാം എന്നോട് പറയുക, So pastor is telling me, സാം തിരിച്ചാ പറയുന്നത് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായിക്കണം. അപ്പൊ സാം പറയുക ഇതെല്ലാം ശരിയാ, all these things are true. ഇതെല്ലാം എനിക്കും ഉണ്ടായിരുന്നു. I had all these things. പക്ഷെ ഞാൻ വഴിയിൽ വെച്ചൊരാളെ കണ്ടെത്തി. But I found somebody on the way. ക്രിസ്തുവിനെ ഞാൻ കണ്ടെത്തി. I found Christ. എൻ്റെ ഈ റെസ്യൂമേ അല്ല ഞാൻ ഷ്രെഡറിനകത്തോട്ടിട്ടു. I put all this resume in the shredder. പൗലോസ് അങ്ങനെയുള്ളൊരു മത്സരം അതിനെക്കുറിച്ചാണ് പറയുന്നത്. So Paul is talking about a tension between these two things. ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുവാ? So what are we claiming even today? ഞാൻ ബാപ്റ്റൈസ്ഡാ. I am baptized. ഞാൻ ചർച്ചിൽ പോകുന്നുണ്ട്. I go to church ഞാൻ regularly. ടൈത്ത് കൊടുക്കുന്നുണ്ട്. I pay tithe ഞാൻ regularly. ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. I attend worship. ഞാൻ മിനിസ്ട്രി ടീമിലുണ്ട്. I am part of the ministry ഞാൻ team. പാസ്റ്ററാണ്. I am pastor. എത്ര നല്ല റെസ്യൂമേ അല്ലേ? And what a wonderful resume. നമ്മുടെ കണ്ണ് തുറന്നൊന്ന് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ. If we can open our eyes and see this naked truth. ഇതൊന്നും വേണ്ടെന്നല്ല. I'm not saying that is not important. നമ്മുടെ വിശ്വാസ മാർഗത്തെ കർമ്മമാർഗമാക്കി തീർക്കരുത്. Don't take our faith journey into a ritualistic tradition. യഥാർത്ഥമായിട്ട് ക്രിസ്തുവിനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, If you have found Christ genuinely, നമ്മൾ ഈ പുകഴ്ചയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന റെസ്യൂമേസ് എല്ലാം നമ്മൾ all the resume that we consider praiseworthy, we need to throw it in the trash. പൗലോസ് എന്തോ അടുത്ത വാക്യങ്ങളിൽ പറയുന്നത്, വളരെ പെട്ടെന്ന് മുന്നോട്ട്. What is Paul mentioning in the next context? മൂന്നാമത്തെ വാക്യത്തിൽ പറയാം, നാം അല്ലോ പരിച്ഛേദനക്കാർ. And we are the people of circumcision. വിശ്വാസികളോടാ പറയുന്നത്, നിങ്ങളല്ലോ നാമല്ലോ He's പരിച്ഛേദനക്കാർ. talking about believers. We are the ones who are a part of circumcision. നാമല്ലോ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ. We are the ones serving God by spirit. നാമല്ലോ ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്നവർ. We are the one boasting in Jesus Christ. ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്ന നാം. And those who do not put any confidence in the flesh. ഒന്നാമത് പറയാ, we are the true circumcision. നമ്മളാണ് ശരിയായിട്ടുള്ള പരിച്ഛേദനക്കാർ എന്ന് പൗലോസ് പറയുന്നു. യഹൂദന്മാർ വിചാരിച്ചിരുന്ന അവരുടെ റൈറ്റ് ഓഫ് സർക്കംസിഷൻ, ഈ പരിച്ഛേദന എന്ന് പറയുന്നത് അവരെ ദൈവത്തിന്റെ ജനമായിട്ട് മാറ്റി നിർത്തുവാൻ എക്കാലത്തേക്കും മതിയായ ഒരു കാര്യമാണ്. Jews consider circumcision to be something that will become unique and to be godly people or God's people. പക്ഷെ നമ്മൾ തെറ്റായിട്ട് ധരിക്കുക പലപ്പോഴും. പഴയ നിയമത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. We often interpret that wrong, but it is very clear even in the Old Testament. ഇത് പുറമേയുള്ള പരിച്ഛേദനയേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു സ്പിരിച്വൽ സർക്കംസിഷനെ കുറിച്ച്, ആത്മീകമായിട്ടുള്ള പരിച്ഛേദനയെ കുറിച്ച് പഴയ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. Even the Old Testament mentions that talking about a spiritual circumcision rather than a physical circumcision. ലേവ്യ പുസ്തകം 26 അധ്യായത്തിന്റെ 41 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, In Leviticus chapter 26 verse 41 we read, ഞാനും അവർക്ക് വിരോധമായി നടന്ന് അവരെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തി I brought them into the land of the enemies. ഏറ്റുപറയുകയും അവരുടെ പരിച്ഛേദനയില്ലാത്ത ഹൃദയം അപ്പോൾ താഴുകയും. Those people who do not have a heart that is circumcised. അപ്പം കർത്താവ് തന്നെ പറയുന്നുണ്ട്, പഴയ നിയമത്തിൽ പറയുന്നതാണ് പരിച്ഛേദനയില്ലാത്ത
ഹൃദയം. Even in the Old Testament, it is mentioned that the hearts were not circumcised. പുറമേയുള്ള പരിച്ഛേദനയുണ്ട്. They had an outward circumcision. യഹൂദനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. They are talking about how their tradition of ഞാൻ ഇസ്രായേലിനാണെന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട്. They claim that they're Israelite. പക്ഷേ ഹൃദയത്തിന് പരിച്ഛേദന ഇതുവരെ But the ഉണ്ടായി. hearts were not circumcised. ഹല്ലേലൂയ. Amen. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ അതുതന്നെ പറയുന്നുണ്ട്. In Deuteronomy chapter 10 verse 16 the same thing is mentioned. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവീൻ. And remove the foreskins of your heart just like the circumcision. യിരെമ്യാപ്രവചനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. And Jeremiah 6:10. Speaking about the uncircumcised ears. പരിച്ഛേദന ഇല്ലാത്ത കാതുകൾ. It is talking about the uncircumcised ears. എന്തുവാണെന്ന് ദൈവവചനം കേൾക്കുവാൻ താല്പര്യമില്ലാത്ത കാതുകൾ. The ear that doesn't have a desire to receive the word of God. യിരെമ്യാവ് 6:10 പറയുന്ന കേൾപ്പാൻ തക്കവണ്ണം ഞാൻ ആരോട് സാക്ഷീകരിക്കേണ്ട അവരുടെ ചെവിക്ക് പരിച്ഛേദനയില്ല. And it is talking about their ears are not circumcised because they are not willing to listen. അപ്പോൾ നമ്മുടെ ചെവിക്ക് പരിച്ഛേദന ഉണ്ടായില്ല എങ്കിൽ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ നമ്മൾ താല്പര്യമുണ്ടാകില്ല. So if our ears are not circumcised, we have no desire to receive the word of God. ഒരുപാട് ഭാഗത്ത് പഴയ നിയമത്തിൽ പറയുന്നു. So this is mentioned in many contexts in the Old Testament. Uncircumcised lips. We are talking about the uncircumcised lips. ഇതുവരെ പരിച്ഛേദന വന്നിട്ടില്ലാത്ത അധരങ്ങൾ. So there are lips that are not circumcised up to this point. വൈഭവത്തോടെ വേണ്ടത് സംസാരിക്കാൻ കഴിയാത്ത അധരങ്ങൾ. The lips are not talking about things that are honorable. മോശെ ഏറ്റു പറയുന്നുണ്ട്, ഞാൻ വാക് വൈഭവം ഇല്ലാത്തവനല്ലോ, എലക്വന്റ് അല്ലല്ലോ. Moses says to him about himself that I am not eloquent. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന uncircumcised എന്നാ. So the word in the root word is uncircumcised. എന്ന് പറഞ്ഞാൽ വേണ്ടതുപോലെ വേണ്ടപ്പോൾ സംസാരിക്കാൻ കഴിയാത്ത അധരങ്ങൾ. That means that you are not able to say the things at the appropriate time the way it should be. പൗലോസ് പറയാ നമ്മൾ അങ്ങനെയല്ല. Paul is saying that we are not like that. നാമല്ലോ പരിച്ഛേദനക്കാർ. We are the people of circumcision. നമ്മുടെ ഹൃദയത്തിന് പരിച്ഛേദന ഉണ്ടായി. Our hearts are circumcised. നമ്മുടെ കാതുകൾക്ക് പരിച്ഛേദന ഉണ്ടായി. Our ears are circumcised. നമ്മുടെ അധരങ്ങൾക്ക് പരിച്ഛേദന ഉണ്ടായി. Our lips and tongue are circumcised. ഹല്ലേലൂയ. Hallelujah. ആരാ ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നത്? Who is the one not worshiping God? പരിച്ഛേദന വന്നാൽ നമ്മൾ സ്തുതിക്കുമല്ലേ? If you are circumcised, then you will worship God. ഹല്ലേലൂയ. Hallelujah. പൗലോസ് പറയാ, നാമല്ലോ പരിച്ഛേദനക്കാർ. We are the people of circumcision. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവരല്ലോ നമ്മൾ. We are serving God by His Spirit. ആത്മാവിൽ ആരാധിക്കുക, ആത്മാവ് കൊണ്ട് ആരാധിക്കുക. You are worshiping in the Spirit and worshiping by the Spirit. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു കർത്താവ് ശമരിയ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ, In John chapter 4, Jesus is talking to the Samaritan woman. True worshippers worship the Lord in the spirit എന്ന് പറയാണ്. ശരിയായിട്ടുള്ള ആരാധനക്കാർ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നു പറയുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിൽ ആരാധിക്കും. That true worshippers worship God in spirit. അവിടെ ആത്മാവിൽ എന്നുള്ളത് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ഹോളി സ്പിരിറ്റ്. Oftentimes we think of that as Holy Spirit. നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവിടെ സ്പിരിറ്റ് എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ അപ്പർ കേസ് അല്ല, അത് സ്മോൾ ലെറ്റർ. In that passage you notice the spirit, the first letter is small case, not upper case. അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്, നമ്മുടെ ആത്മാവിൽ നിന്നുള്ള. It is not speaking about the Holy Spirit, it's talking about our own spirit. അപ്പോൾ ആരാധന എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് ഉയരുന്നതായിരിക്കണമെന്നാണ്. Our worship should come from the bottom of our heart. പുറമെയുള്ള ജൽപ്പനങ്ങൾ കൊണ്ട് കർത്താവിനെ തൃപ്തി വരുവായിരുന്ന പെന്തക്കോസ്തുകാരെ പോലെ കർത്താവിനെ തൃപ്തിയാക്കുന്നവരാരും ഉണ്ടാകുകയില്ല. And if you can praise God just by moving your lips, and then Pentecostals are the very good at it. നമ്മളെ പോലെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന എത്ര പേരുണ്ട്? How many of you call on Him Lord and Lord just like us? പക്ഷേ ഹൃദയത്തിൽ നിന്ന് വരാത്ത ഒന്നും അവിടെ എത്തത്തില്ലെന്ന്. But those doesn't come from your heart does not get up there. എലാബറേറ്റ് ലിറ്റർജി എല്ലാം കണ്ടേക്കാം. We may have elaborate liturgy, പക്ഷേ നമ്മുടെ ഹൃദയങ്ങൾ ഇവിടെ എങ്ങും കാണത്തില്ല. but our hearts are not close to Him. കർത്താവിന്റെ കംപ്ലൈന്റ് എന്തുവായിരുന്നെന്നറിയാവോ ഇസ്രായേൽ മക്കളെ കുറിച്ച്? Do you know God's complaint about Israelites? ഈ ജനം അടുത്തു വന്ന് അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, പക്ഷെ അവർ തങ്ങളുടെ ഹൃദയങ്ങളെ എന്നിൽ നിന്ന്
ദൂരത്ത് വെച്ചിരിക്കുക. But he said they come close to me and provide lip service, but their hearts are far away from me. ഇവിടെ ആരെങ്കിലും അങ്ങനെ ഇരിപ്പുണ്ടോ? If any of you are sitting here today like that, ശാരീരികമായിട്ട് ഇവിടെയുണ്ട്, പക്ഷേ ഹൃദയം ഇവിടെയെങ്ങുമല്ല. physically you are here, but your heart is not here. ചിന്തകൾ ഇവിടെയെങ്ങുമല്ല. Your mind is not here. യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ആരാധനയാണ്. True worship is something from the bottom of your heart, in your mind. True devotion is the sincerity of heart il നിന്ന് വരുന്നതാണ്. So true devotion comes from the sincerity of your heart. ഹല്ലേലൂയ. Hallelujah. പൗലോസ് പറയുന്നു, നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട്. Paul is saying we are those who are circumcision. മൂന്നാമത് ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്നവർ. And those who pride in Christ. Only boast in Christ. ക്രിസ്തുവിൽ മാത്രം പ്രശംസിക്കുന്നവർ. Not in what I have done for myself, എനിക്ക് വേണ്ടി ഞാൻ ചെയ്തത് മാത്രമല്ല, but in what Christ has done for me. ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളിൽ. ഇതിലേതാണ് നമ്മൾ കൂടുതൽ പറയുന്നത്? Which ones do we proclaim most? ഞാൻ ചെയ്ത കാര്യങ്ങളാണോ? Do we proclaim the things that we have done? അതോ ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്തത്? Or the things Christ has done for us? അവൻ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്. The one he died on the cross for us. അവൻ എൻ്റെ പ്രാർത്ഥനകളെ കേട്ടത്. The one who listened to my prayers. അവൻ എന്നെ വഴിയിൽ വീഴാതെ കരം പിടിച്ച് നടത്തിയത്. He held my hands and led me on the way. ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്തത്. Things that Christ has done for us. ഇന്ന് നമ്മൾ പാടിയത് എന്തുവാ? So what did we sing? ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തുവാ? What are the things we pray? ഇന്ന് നമ്മൾ ഏറ്റുപറയുന്നത് എന്തുവാ? What are the things we confess today? ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്തത്. The things God has done for us. അവനിൽ മാത്രം പ്രശംസിക്കുന്നത്. Only take pride and boast in him and ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ടോക്കിംഗ് പോയിന്റ് അതാകട്ടെ പ്രിയപ്പെട്ടവരെ. Let that be our talking point, dear brothers and sisters. ഏക അഹങ്കാരം എന്ന് പറയുന്നത്, the only thing that we are almost prideful in. ആരോ പറഞ്ഞ പോലെയല്ല, 10ാം ക്ലാസ്സിൽ 4 പ്രാവശ്യം തോറ്റതാ, പക്ഷേ അതിൻ്റെ യാതൊരു അഹങ്കാരവും ഇല്ല. Somebody failed the 10th standard 4 times, but they don't show any pride of that. നമ്മുടെ ആകെ അഹങ്കാരം എന്ന് പറയുന്നത് ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചല്ലോ എന്നുള്ളത്. Our only pride that we have is that Christ died for us. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത്, the joy that was in front of him, അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി, and he took on the ridicule. ക്രൂശിനെ സഹിച്ചു. He bore the cross for us. അവൻ ക്രൂശിൽ മരിച്ചപ്പോൾ ആരെയായിരുന്നു കണ്ടത്? When he died on the cross, who did he see? സാമിനെ കണ്ടായിരുന്നു. He saw me. എന്നെ കണ്ടായിരുന്നു. He saw pastor. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും കണ്ടായിരുന്നു. He saw every one of us. അതാണ് നമ്മുടെ അഹങ്കാരം. And that should be our boasting. അതാണ് നമ്മുടെ പ്രശംസ. That should be something we claim. ഞാൻ എന്തോ ചെയ്തെന്നാ. So what have we accomplished? എനിക്ക് എന്തോ കഴിവുണ്ടെന്നാ. What is my strength? ഞാൻ എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിച്ചെന്നാ. What are my accomplishments? എന്നിൽ എന്തോ നന്മയുണ്ടെന്നാ. What good is in me? Glory in Christ alone. ദൈവത്തിൽ മാത്രം പ്രശംസിക്കുക. Hallelujah. Hallelujah. Thank you, Jesus. യേശുവിൽ മാത്രം പ്രശംസിക്കുന്നവരായിട്ട് നമുക്ക് തീരാം. Let us be a group of people only take boast in Christ alone. അടുത്തായിട്ട് പൗലോസ് പറയുക, putting no confidence in the flesh. ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുക. Paul is going on, says, I do not take any confidence in the flesh. നമ്മൾ എത്ര പ്രാവശ്യമല്ലേ നമ്മുടെ ആശ്രയങ്ങൾ, നമ്മുടെ വിശ്വാസവും ധൈര്യവും ഒക്കെ നമ്മുടെ ജഡത്തിൽ വെച്ചിട്ടുണ്ടല്ലേ? How many times we have put our faith and trust in our own flesh? എത്ര നാൾ ജീവിക്കാൻ പറ്റുമെന്ന് ധൈര്യമുള്ള എത്ര പേർ? How many of you know that you will live forever? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, I am ready for a long innings. Jawaharlal Nehru, the Prime Minister of India, said, I am ready for a long inning. എന്ന് പറഞ്ഞ വലിയ ദീർഘവർഷങ്ങൾ ഞാൻ ജീവിക്കും. That means I may live long. In no time
he passed away. Within a short time, he passed away. ലോകത്തിലെ മനുഷ്യർ എത്ര ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രമാണ്. You know, you are just a breath, regardless of how strong you are. നമ്മളെല്ലാം അത്രേ ഉള്ളൂ. And all of us included in that. ആരോ പറഞ്ഞ പോലെ സെനക്ക എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട്, an air of breath and a drop of water could kill us. ഒറ്റ കാറ്റിൻ്റെ ഒരു നേരിയ അംശം മതി, Just a breath of the wind. ഒരു തുള്ളി വെള്ളം മതി. ചിലപ്പം ചില സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒറ്റ തുള്ളി വെള്ളം അകത്തോട്ട് പോകാൻ പറ്റത്തില്ല. After some surgery, you cannot even take a drop of water. That could kill us. അത് നമ്മളെ കൊല്ലുവാനായിട്ട് സാധിക്കും. മൂക്കിൽ ശ്വാസമുള്ള ജീവശ്വാസമുള്ള ഒറ്റ മനുഷ്യരെ കേട്ടിട്ടില്ലേ? You have heard, don't trust anybody who has breath in their lungs. അപ്പൊ ശ്വാസം ഇല്ലാത്തവരെ വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ. That you're normally asking that, then you can't trust without somebody has no breath. എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ശ്വാസം ഇങ്ങോട്ട് എടുക്കുന്നത് തിരിച്ചു വിടാൻ പറ്റുമോ നമുക്ക് അറിയത്തില്ലല്ലോ. That means you don't know that you're going to exhale after you inhale. ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാനത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് ആർക്കറിയാം? We do not know that we will complete this message. ഞാൻ നാളെ നിങ്ങളുടെ ഇടയിൽ കാണുമെന്ന് ആർക്കറിയാം? We do not know that we will be around tomorrow. നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. None of us know. അതുകൊണ്ട് നമ്മുടെ ജഡത്തിൽ നമ്മൾ ആശ്രയിക്കാൻ ഇടയാകരുത്. So let us not trust in the flesh. യഹൂദന്മാർ അവരുടെ ഒരു ബാഡ്ജ് എപ്പോഴും കുത്തിക്കൊണ്ട് നടക്കുമായിരുന്നു. And Jews always had this badge on them. ആ ബാഡ്ജ് ആയിരുന്നു സർക്കംസിഷൻ. That badge, honorable badge, was circumcision. Performance of the duties of law. നിയമത്തിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു. എന്നാൽ പൗലോസ് ഒരേ ഒരു നല്ല ക്രിസ്ത്യാനി, യേശുവിനെ പിന്തുടരുന്നയാള് ആകെ ധരിക്കുന്ന ഒറ്റ ബാഡ്ജേ ഉള്ളൂ. But Paul is saying there is only one badge a true Christian would wear. Confidence on the mercy of God. ദൈവത്തിന്റെ കരുണയിലുള്ള വിശ്വാസം. Confidence on the love of Jesus. യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിലുള്ള വിശ്വാസം. Hallelujah. Hallelujah. നമ്മളിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും? How many of you can boldly claim that this morning? ഞാൻ ജഡത്തിൽ ആശ്രയിക്കുന്നില്ല. I will not trust in my flesh. ചർച്ച് ഞാൻ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതല്ല എൻ്റെ ആശ്രയം. I regularly attend the church, but that is not what I put ഞാൻ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അതല്ല എൻ്റെ ആശ്രയം. I do good works, that is not what I trust. ഞാൻ ടൈത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷേ അതല്ല എൻ്റെ ആശ്രയം. I tithe regularly, but that is not where I put my trust. എനിക്കൊരു സ്പിരിച്വൽ റെപ്യൂട്ടേഷൻ ഉണ്ട്, നല്ല പേരുണ്ട്, അതല്ല എൻ്റെ ആശ്രയം. I have a spiritual reputation in the church, but that is not where I put my trust. ഞാൻ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രാധാന്യമുള്ളത്. What I do for the Lord, that is not where I put my trust. കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാ. What he has done for me, that is where I put my trust. അത് തിരിഞ്ഞു നോക്കി ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ And if you ഇടയാകണം. can look back and give God thanks because of that, that is where. ഇന്ന് രാവിലെ അത് തിരിഞ്ഞു നോക്കുന്ന അതും ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ എത്ര പേരുണ്ട്? How many of you can raise your hands and praise God because what he has done? അങ്ങനെയുള്ളവർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും. And those people can boldly say, നാമല്ലോ പരിച്ഛേദനക്കാർ, we are the ones who are of circumcision. ഓ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ, those who are worshiping in the Spirit of God, ക്രിസ്തുവിൽ മാത്രം പ്രശംസിക്കുന്നവർ, those who only boast in Christ and Christ alone. ഇന്ന് നമ്മൾ പാടിയതുപോലെ ക്രിസ്തുവിൽ മാത്രം പ്രശംസിക്കുക. Just like we sang, we only boast in Christ. ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നു. Not trust in our own flesh. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞങ്ങളുടെ വാക്കുകളെ We അവസാനിപ്പിക്കാം. want to conclude saying one more thing. 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്, Verse 4 through 6, Paul is mentioned. പക്ഷെ എനിക്ക് ജഡത്തിലും ആശ്രയിക്കുവാൻ വകയുണ്ട്. I myself have many reasons or confidence. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. If anybody can claim that, have the confidence in the flesh, I have more. എന്നിട്ട് 5-6 വാക്യങ്ങൾ അതിന്റെ ലോങ് ലിസ്റ്റ് പറയുക. And then 5 and 6 is a long list of the things that he can claim. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. His accolades include circumcised on the 8th day of the people of Israel, of the tribe of Benjamin, a Hebrew of Hebrews, in regard to the law, a Pharisee, as for zeal persecuting the church, as for righteousness
based on the law, faultless. നമ്മൾ പറഞ്ഞൊരു false confidence. We talked about a false confidence. പൗലോസ് ഒന്ന് വരച്ച് കാണിച്ചതാ നമ്മളെ മനസ്സിലാക്കാനായിട്ട്. Paul is illustrating that through this. ആരും പറയാനിടയാകരുത് ഇവന്റെ പക്കൽ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇവൻ കർത്താവ് കർത്താവ് എന്ന് എപ്പോഴും And പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. nobody should say that he didn't have anything on his own. That is why he is calling Lord, അപ്പം Lord. പൗലോസ് പറയും നിങ്ങൾ ആർക്കെങ്കിലും വിചാരിക്കുകയാണെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ആശ്രയിപ്പാൻ ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ടെന്ന് വിചാരിച്ചാൽ എനിക്ക് അതിനേക്കാൾ കൂടുതലുണ്ട് പ്രിയപ്പെട്ടവരെ എന്നാ പൗലോസ് പറയുന്നു. Paul is saying, if any of you want to claim what you have accomplished, but I have more things to say about that. അതിനെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ ഇന്ന് സമയമില്ല. We don't have time to go into the details. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ We അവസാനിപ്പിക്കാം. want to say one more thing and conclude. ഒരു ഹ്യൂജ് ഇവന്റ് നടക്കുക, വലിയൊരു സംഭവം, ഒരു ഇവന്റ് നടക്കുന്ന സ്ഥലത്ത് There was a huge event happening in a location. ഒരുപക്ഷെ ഗെയിംസ് ആയിരിക്കാം, കോൺസേർട്ട് ആയിരിക്കാം, എല്ലാവർക്കും പോകാൻ ഇഷ്ടമുള്ളൊരു It സ്ഥലം. may have been an athletic event or a concert. അപ്പം 2 ലൈൻസ് ഉണ്ട്. There are 2 lines. ഒരു റെഗുലർ ലൈൻ ഉണ്ട്, അതങ്ങ് പുറത്തു വരെ കിടക്കുക. There was a normal line and that is extending outside the stadium. അത് ഈ 98 ഒക്കെ കഴിഞ്ഞ് അപ്പുറത്തോട്ട് കിടക്കുക. It is a long line, long queue. അപ്പോൾ ആളുകൾ ഇങ്ങനെ കൂടുതൽ ആളുകൾ അതിൽ ജോയിൻ ചെയ്ത് തിക്കിത്തിരക്കി ഇങ്ങനെ ലൈനിൽ നിൽക്കുക ഇംപേഷ്യൻ്റ് ആയിട്ട്. People are patiently waiting in this queue to get into the event. വേറൊരു ലൈനുണ്ട്, ഒരു VIP ലൈനാണ്. And there was another line, it's a VIP line. അപ്പോൾ അതിനകത്തൂടെ ആളുകൾ ഇങ്ങനെ ഒരു തിക്കും തിരക്കും കൂടാതെ ഇങ്ങനെ So കയറിക്കൊണ്ടിരിക്കുക. people are easily moving forward in that VIP line. നമ്മളെല്ലാം ആഗ്രഹിച്ചു പോകും നമുക്ക് എവിടെയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. And many of us will say, hey, I wish I was in that VIP line. യെസ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളെല്ലാം ശ്രമിക്കുന്നത്. And oftentimes that's what we try. VIP നിൽക്കുന്നവർ പറയുന്നത് ഇത് വെറുതെ കിട്ടിയതല്ല എനിക്ക് VIP ലൈനിലേക്കുള്ള Those who are accomplishing the VIP or standing in the VIP line say, hey, I did not earn this, I had to earn this. ഇത്ര വർഷമായിട്ട് ഞാൻ ഇതിന്റെ ഭാഗമാണ്. And I have been part of this and I'm a member എനിക്ക് of this. ഇതിന്റെ റൂൾസ് എല്ലാം അറിയാം. I know the rules. നിങ്ങൾക്ക് എന്റെ ക്രെഡൻഷ്യൽസ് എല്ലാം ഒന്ന് നോക്കിക്കേ. You look at my credentials. എന്റെ ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് Look നോക്കിക്കേ. at my family importance. എല്ലാരും ബാഡ്ജസ് ഇങ്ങനെ കമ്പയർ So ചെയ്തുകൊണ്ടിരിക്കുക. people are comparing their badges. അവർ നേടിയ നേട്ടങ്ങളെ കമ്പയർ They're ചെയ്തുകൊണ്ടിരിക്കുക. talking about their accomplishments. ഈ 2 ലൈനിലും ഇങ്ങനെ നടക്കുമ്പോഴാണ് വേറൊരു ആളിങ്ങനെ നടന്ന് ഈസി ആയിട്ട് കയറി പോകുക. So after when these 2 lines are going on, there's another person walking in a third way. That person is coming straight to the entrance. വാതിലിന്റെ അടുത്തോട്ട് നേരിട്ട് കടന്നു. നോക്കിയിട്ട് ബാഡ്ജും ഇല്ല, റെസുമേയും ഇല്ല, ഫ്ലെക്സ് ഒന്നുമില്ല. And there was no resume or badges or no accomplishments. അപ്പം ഗാർഡ് നിർത്തി, ഇത് എവിടെ പോവുക, എവിടോട്ട് കയറി പോവുക. So the guard stopped and said, where are you going? എന്തുകൊണ്ടാണ് നിങ്ങളെ അകത്തോട്ട് കയറ്റി വിടേണ്ടത്? Why should I let you in? അപ്പൊ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, So that with a smile the person said, ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെയാ, I come with this person. ഹോസ്റ്റിന്റെ കൂടെയുള്ള ആളാ. And I am with the host. അതാ ഡിഫറൻസ് കേട്ടോ. That is the difference. അപ്പൊ ഇനി ഗാർഡിനൊന്നും പറയാൻ പറ്റത്തില്ല. So the security guard couldn't say anything. He is going in easily. That person is walking in freely. പൗലോസ് പറയുന്നത് എന്നാന്നറിയാവോ? You know what Paul is saying? ഞാൻ കുറേ നാൾ ഓർത്ത് ഞാൻ ഈ VIP ലൈനിലാണ്. Many times I thought I was in the VIP line. അതുകൊണ്ട് ഞാൻ റെസ്യൂമേസ് എല്ലാം ഇങ്ങനെ ബിൽഡ് ചെയ്ത് So വരികയായിരുന്നു. all my accomplishments, resumes were getting bigger. ഒത്തിരി ക്രെഡൻഷ്യൽസും ഒക്കെ കാണിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു, തീഷ്ണതയോടെ So നടക്കുകയായിരുന്നു. fervently I was showing all my badges and credentials. ഞാൻ ഓർത്ത് ഞാൻ ഒരു റിലീജിയസ് എലീറ്റ് ആണ്. I thought I was a religious elite. But when I met Christ, But when ക്രിസ്തുവിനെ ഞാൻ കണ്ടുമുട്ടിയപ്പോൾ I realized that I was standing in the wrong line. ഞാൻ ഒരു റോങ് ആയിട്ടുള്ള ലൈനിലാണ് നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കി. ഞാൻ പിൻപറ്റിയ, ഞാൻ ആശ്രയിച്ച പലതും വെറും വ്യർത്ഥമായിട്ടുള്ളതാണ്. The things that I followed, the customs and the traditions, I found it invaluable. എനിക്കൊരു കാര്യം മനസ്സിലായി. I understood one thing. ഞാൻ ആശ്രയിച്ചതും ഞാൻ പിൻപറ്റിയതും The things that I ran after, പലതിനും ട്രാഷിനേക്കാൾ വിലയില്ലായിരുന്നു. the things that did not even worth the garbage that I throw out. എത്ര പേര് കേൾക്കുന്നുണ്ട് ഞങ്ങളെ? How many of you are listening? നമ്മൾ ഗ്ലോറി ചെയ്തുകൊണ്ട് നടക്കുന്ന പലതിനും, The things that we are prideful of, many things in our lives,
ട്രാഷിനേക്കാൾ വിലയൊന്നുമില്ല. It is not even as worth as the trash we throw നമ്മുടെ out. ശ്രേഷ്ഠതയോ നമ്മുടെ പാരമ്പര്യമോ നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികളോ ഇതൊന്നുമല്ല നമ്മെ അകത്തോട്ട് കൊണ്ടുവന്നത്. The traditions and the family line and the heritage, all the good works you have done is not what brings us inside. Only thing is I am with the host. ഞാൻ ഹോസ്റ്റിന്റെ കൂടെ മാത്രമായിരിക്കുന്നു, അത് മാത്രമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഹല്ലേലൂയ. അത് മാത്രമല്ലേ നമുക്കും പറയാനുള്ളൂ. That is the only thing we can claim. അതുകൊണ്ടാണ് എനിക്ക് കൃപയാലെ രക്ഷപ്പെട്ട പാപിയെ ഞാനിതാ നമ്മൾ പാടാറുണ്ട്. And that is why we sing the sinner that was saved by God's grace. അത് മാത്രമല്ലേ നമുക്കും പറയാനുള്ളൂ. And that is the only thing we can claim. നാമല്ലോ പരിച്ഛേദനക്കാർ. We are of circumcision. ഹൃദയത്തിന് പരിച്ഛേദന വന്നവൾ. Those who are circumcised in their heart. അധരത്തിന് പരിച്ഛേദന Those who വന്നവൾ. are circumcised in their lips. കാതുകൾക്ക് പരിച്ഛേദന വന്നവൾ. And those who are circumcised the ears. നാമല്ലോ ക്രിസ്തുവിൽ മാത്രം പ്രശംസിക്കുന്നു. We are the only ones who can boast in Christ. നാമല്ലോ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവൾ. We are the worshippers and true worshippers of Christ. നാമല്ലോ ജഡത്തിൽ പ്രശംസിക്കാതിരിക്കുന്നവർ. We are the ones who are not boasting in our flesh. നമ്മൾ ഈ സന്ദേശം അടുത്ത ആഴ്ച തുടരും ദൈവം അനുവദിച്ചാൽ. God willing, we will continue this message. എന്നാൽ ഇന്ന് കേട്ട കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഏറ്റെടുക്കണം. But those things that you receive today need to accept it. നമുക്കൊന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? Are you able to claim? നാമല്ലോ പരിച്ഛേദനക്കാർ. We are the people of circumcision. കാതിനും അധരത്തിനും ഹൃദയത്തിനും ഒക്കെ പരിച്ഛേദന വന്നെന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? How many of you claim that I am circumcised in my heart, my ears and my lips? ആരെയും കുറ്റപ്പെടുത്താനല്ല. I'm not blaming anyone. എന്നാൽ അല്ല എങ്കിൽ നമുക്ക് ഇന്ന് രാവിലെ ഏൽപ്പിച്ചു കൊടുക്കണം. But if not that way, we need to surrender ourselves this morning. കർത്താവ് യഥാർത്ഥമായ ഒരു പരിച്ഛേദന എനിക്ക് വേണം. Lord, I need a true circumcision in my എൻ്റെ life. കാതുകൾക്ക് ഞാൻ എന്ത് കേൾക്കുന്നു എന്നുള്ളതിന് പരിച്ഛേദന വേണം. The things that I receive in my ear, I want to be circumcised. ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത്, ഇടപെടുന്നത്, ഹൃദയത്തിൽ കരുതുന്നതിൽ ഒരു പരിച്ഛേദന വേണം. The things that I think in my mind, I need a circumcision. ഞാൻ എന്ത് സംസാരിക്കുന്നു എന്നതിൽ ഒരു The പരിച്ഛേദന. things that I speak, I need circumcision. യേശുവിൽ മാത്രം പ്രശംസിപ്പാൻ എനിക്കിടയാകണം. Let me only be boast in my Christ. നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. Let us surrender ourselves in the ഒരു hands നിമിഷം of God. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. Everybody praying. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. Everybody praying this നമുക്ക് morning. മറ്റൊന്നിലും ആശ്രയിപ്പാനില്ല. There is nothing else we can boast in. ഒന്നിലും പുകഴുവാനില്ല. There is nothing we can trust in. യേശു മാത്രം മതി. And Jesus is the only യേശു one മാത്രം മതി. I only need Jesus. അവനിൽ നമുക്ക് പുകഴാം. Let us boast in him. അവനായി ജീവിപ്പാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. Let us surrender ourselves to live for